It's running. അപ്പോൾ മച്ചാന്മാരെ, ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും നാൾ ഡിലേ ആയത് കൊറോണ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വ്ളോഗോ കാര്യങ്ങളോ ഒന്നും അല്ല അല്ല ജി, നമുക്ക് കിട്ടിയ ഒരു ഹാപ്പിനെസ്. അതെ, ഞങ്ങൾക്ക് കിട്ടിയ വളരെ ഹൈറ്റ് ഒരു ഹാപ്പിനെസ് ആണ്. പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കണം, ഞങ്ങളെ ഒരു സന്തോഷം നിങ്ങളും കൂടെ എത്തിക്കണം. അതിന് വേണ്ടിയിട്ടോ ഒരു റിവ്യൂ ആയിട്ട് കണ്ടാൽ മതി. വലിയ ഡീറ്റെയിൽ റിവ്യൂ ഒന്നും അല്ല. പ്രമുഖരൊക്കെ അതിനെ പറ്റി നന്നായി വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് സെർച്ച് ചെയ്ത്. പിന്നെ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയിൽ അറിയാവുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഞങ്ങളൊന്ന് ജസ്റ്റ് പറയുന്നതേ. അപ്പൊ നമുക്ക് അതിലേക്ക് കടന്നാലോ? ഒരു സർപ്രൈസ് ആട്ടോ. അതെ, അപ്പൊ അതിലേക്ക് പോവാല്ലേ. സർപ്രൈസ് കേട്ടോ, നമ്മുടെ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ബജാജ് ഡോമിനർ 250 ആണ് ഗായ്സ്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു കേസാട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഈ കൊറോണ കാലത്ത് ഫണ്ടിങ് ഒക്കെ ഭയങ്കര പ്രശ്നമാണല്ലോ ഇത്. അന്നേരം പെട്ടെന്ന് നമ്മുടെ പരിപാടിയല്ല പപ്പ പെട്ടെന്ന് ഒരു നിമിഷം ക്യാഷ് അങ്ങ് സെറ്റ് ചെയ്ത് സാധനം ആട്ടോ. ഇത് ജിജിക്ക് വേണ്ടി എടുത്ത വണ്ടിയാണ്. ഇവന്റെ ഏറ്റവും വലിയ ആഗ്രഹം 400 4 വർഷം മുമ്പ് ആഗ്രഹിച്ചിട്ടുണ്ട്. 400 ഗൈസ് ആഗ്രഹിച്ച. പക്ഷെ വണ്ടി നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഈ റൂട്ടിലൊക്കെ വണ്ടി വലിയ പാടാണ്. പക്ഷെ നമ്മള് 250 സെഗ്മെന്റ് വന്നപ്പോ തന്നെ നമ്മള് തീർച്ചയായിട്ടും ഇറങ്ങിയപ്പോ തന്നെ എന്തായാലും ഉറപ്പിച്ചു. പിന്നെ ഉറപ്പിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഡെലിവറി വീഡിയോ ചെയ്യണം ഉണ്ടായിരുന്നുള്ളത്. അതിന്റെ പക്ഷെ കോവിഡിന്റെ പരിപാടിയൊക്കെ ശരിക്കും കൂടിയോണ്ട് വണ്ടി കിട്ടിയത് തന്നെ ഒരു കോവിഡിന്റെ പ്രശ്നം ആയതുകൊണ്ട് അത്യാവശ്യം ടൈം എടുത്തിട്ടാ. പിന്നെ ഉറപ്പായിട്ടും. അപ്പൊ നമ്മള് വലിച്ചു നീട്ടുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് ഈ വണ്ടിയിലുള്ള ഡീറ്റെയിൽ മൊത്തം കാണണ്ടേ. അപ്പൊ വണ്ടിയെ പറ്റി നമുക്ക് കുറച്ച് നോക്കാട്ടോ. അതെ, അപ്പൊ മച്ചന്മാരെ, നമ്മൾ ഈ വണ്ടിയുടെ പുറകിൽ നിന്നാട്ടോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിന്റെ പുറകിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് പറഞ്ഞാൽ എക്സോസ്റ്റ് ആണ്. 80 ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത്. പക്ഷെ നമ്മൾ ബാക്കിലെ ഈ ലാമ്പ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം പൾസർ ഫാമിലിയുടെ അതേ ലാമ്പാണ്. പക്ഷെ പൾസറിന്റെ മോഡലല്ല, എന്നാലും വ്യത്യസ്ത ലാമ്പാണ്. പക്ഷെ നല്ല വിസിബിലിറ്റി കിട്ടുമല്ലോ. നല്ല അടിപൊളി LED ആണ്. നല്ല സെറ്റപ്പ് ഉണ്ട്. പുറകെ നിന്നൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയാലും നല്ല അടിപൊളി യോജിക്കുന്ന ഇൻഡിക്കേറ്റർ. പിന്നെ ഇത് മെറ്റലാണല്ലോ. ഇത് പ്ലാസ്റ്റിക് ആണ്. ഇത് മെറ്റലാണ്. ഇത് കാണാത്ത വൈബ്രേഷനും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ അതുപോലെ നമ്മുടെ 80 ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്റെ ഒരു രക്ഷയില്ല. കാരണം നല്ല ബാസ്, നല്ല ക്യൂട്ട് സൗണ്ട് വണ്ടി കേൾക്കുമ്പോൾ തന്നെ നല്ല രസമാണ്. 2 എക്സോസ്റ്റ് ആണ് വന്നേക്കുന്നത്. അപ്പൊ നല്ല അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ശബ്ദമാണ്. ഈ സെഗ്മെന്റിൽ 80 ശബ്ദം കൂടിയ വണ്ടി എനിക്ക് തോന്നുന്നു അല്ലേ. 250 സെഗ്മെന്റ് വരുന്നതിന് ഡോമിനോറിനാണ് തോന്നുന്നു ഈ സൗണ്ട് വരുന്നത്. അതെ. പിന്നെ നമ്മൾ അടുത്തായിട്ട് കാണുമ്പോൾ നമ്മൾ ഈ ഇതുകൊണ്ട് ഈ ബാഡ്ജാണ് കാണുന്നത്. അടിപൊളി ഡോമിനറിന്റെ D കണ്ടില്ലേ, 250 എന്നൊക്കെ എഴുതിയിരിക്കുന്ന ഈ ബാഡ്ജ് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സെക്ഷനിൽ വരുമ്പോൾ കണ്ടില്ലേ, ഇതിന് എഞ്ചിൻ ബാഡ്ജ് മൊത്തം ഇവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നി ഈ ക്രാഷ് കാർഡ് സത്യം പറഞ്ഞാലേ കുറച്ചും കൂടെ സെറ്റപ്പ് ആണായിരുന്നു ഈ സെഗ്മെന്റ്. ഇത്ര ഒരു 180 കിലോ ഈ വണ്ടിക്ക് വരുന്നുണ്ട് 250ക്ക്. അതെ. അപ്പൊ അതിനെ വെച്ചൊരു ക്രാഷ് കാർഡ് അല്ല ബജാജിന്റെ ഒരു ഫാമിലിയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. നല്ലൊരു ക്രാഷ് കാർഡ് ഒരു വണ്ടിക്കും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് സെക്കൻഡറി ആയിട്ട് നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ കേസുള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടില്ലേ, നമുക്ക് എഞ്ചിൻ നല്ലതായിട്ട് ഇവിടെ ആണെങ്കിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണ് റേഡിയേറ്റർ സെക്ഷൻ മൊത്തം ഇവിടെയാണ് വരുന്നത്. നമ്മുടെ NSAയിലൊക്കെ കണ്ടപോലെ തന്നെ അതിനേക്കാളും കുറച്ചും കൂടെ വലുതായിരിക്കും ഈ സെഗ്മെന്റ്. പിന്നെ ഇതിന്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ബജാജിന്റെ വണ്ടിയിലും ഈ സൈഡിലാണ് ഡിസ്ക് ബ്രേക്ക് സംഭവം വരുന്നത്. പക്ഷെ ഇത് കണ്ടില്ലേ, ഇപ്പം ഇതിന്റെ ഡോമിനറിന്റെ മൊത്തം ഈ സെക്ഷനിലേക്ക് ആക്കി കേട്ടോ.
ഡിസ്ക് ബ്രേക്ക് ഒന്നും ഒരു രക്ഷയിലാണ്, അത് തന്നെ നല്ല അടിപൊളിയാണ്. പിന്നെ ഈ സ്റ്റെമ്പിന്റെ വണ്ണം കണ്ടോ നിങ്ങൾ, അടിപൊളിയാണ്. ഫോക്കിന് നല്ലൊരു വണ്ണം തന്നെയുള്ള സാധനമാണ് അല്ലേ? അതെ, അത് അത്യാവശ്യം കാണാൻ ലുക്കുണ്ട്, വെള്ള നിറമായുണ്ട്. അതെ. പിന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ള അടുത്ത കാര്യം എന്ന് വെച്ചാൽ അതിന്റെ ഹെഡ്ലൈറ്റ് ആണ്. ഹെഡ്ലൈറ്റ് അത് നമ്മള് എന്നാ പറയണ്ടേ, രാത്രിക്കൊക്കെ ഓടിക്കുമ്പോ ഒരു രക്ഷയില്ല, അമ്മാതിരി വെട്ടമാണ്. പിന്നെ കുറെ മോഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ കുറെ മോഡ്സ് ഉണ്ട്. കാരണം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കാര്യം, ഞങ്ങൾക്ക് ഈ വണ്ടി കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 3 ദിവസമാണെന്നുള്ളത്. ഞങ്ങൾ ഈ വണ്ടി നൈറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കാര്യം. കാരണം വെച്ചാൽ ഹെഡ് ലാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറഞ്ഞു LED ഹെഡ് ലാമ്പ് ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു. പക്ഷേ ഡോമിനറിന്റെ കേസിൽ ഉള്ള സെഗ്മെന്റിൽ നോക്കുമ്പോൾ നല്ല വെളിച്ചം തന്നെ നമുക്കായിരുന്നു. കാരണം വെച്ചാൽ ഈ പൈലറ്റ് ലാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ഓണും ചെയ്യാം ഓഫും ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈറ്റ് തന്നെ കിടക്കുള്ളൂ. പക്ഷേ ഈ സെഗ്മെന്റിൽ ഇത് മൊത്തം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു അടിപൊളി വെളിച്ചമാണ്. വെച്ചാൽ നമ്മൾ റോഡ് നല്ല ക്ലിയർ ആയിട്ട് കാണാം, നമുക്ക് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ട് വെട്ടം കിട്ടുന്നുണ്ട്. അപ്പം ബജാജ് ഫാമിലി തന്നെ അടിപൊളി ഹെഡ്ലൈനിന്റെ സെക്ഷൻ അടിപൊളി പൊളിച്ച ഡോമിനർ തന്നെയാണ് കേട്ടോ, വേറെ ഒന്നും പറയാനില്ല. അപ്പം നമ്മൾ അടുത്തായിട്ട് നോക്കുന്ന പറഞ്ഞാൽ നമ്മൾ അടുത്ത് വരുമ്പോഴത്തേന് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ പുറയത്തെ നമ്മളെ പിടിയാണ്, നമ്മളെ പില്ലിയൻ സീറ്റിന്റെ പിടിയാണ്. സത്യം പറഞ്ഞാൽ പുറകിക്കുന്ന ആൾക്ക് പുറയിലേക്ക് ഇങ്ങനെ ബാക്കിൽ കൂടെ കൈ വന്ന് പിടിക്കുന്ന രീതിയാണ്. അതെ, അത് ഈ സെഗ്മെന്റിൽ ഈ വണ്ടിക്ക് പിടി എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ടീവ് പിടിയാണ്, ഒരു വൈഡ് പോലെ ആക്കിയെടുക്കുക. വൈഡ് പോലെ ആക്കുന്നത് നമ്മൾ ഈ ക്യാരിയർ പോലെ തന്നെ ഇവിടുന്ന് പൊക്കി സ്റ്റെപ്പ് ഉള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പവർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇരുന്ന് ഓടിച്ചപ്പോഴത്തെ പുറകെയുള്ള പില്ലിനെയും നമ്മൾ ബാക്കിലേക്ക് തള്ളുന്ന ഒരു അവസ്ഥ, സേഫ്റ്റിക്ക് എന്തോ ഒരു നമുക്ക് മര്യാദയ്ക്ക് ഇരിക്കാനുള്ള അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പില്ലിയൻ സീറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കംഫർട്ട് മാത്രം നമുക്ക് പറയാൻ പറ്റും, ലോക്കൽ കേസിനൊക്കെ ഉള്ളത് ലോക്കലായിട്ട് ഓടിക്കാം. അല്ലാണ്ട് ലോങ് ഒക്കെ പോകുമ്പോൾ അത്യാവശ്യം കുറച്ച് എന്താ പറയുക മടുപ്പ് പോകുന്നു, ഫീൽ ചെയ്യും. പക്ഷെ റൈഡറിന് അടിപൊളിയായിട്ടോ, നല്ല സീറ്റ് സെറ്റപ്പ് ആട്ടോ. കാരണം വൈഡ് ആയിട്ട് നല്ല വൈഡ് സീറ്റ് ആണ്. അപ്പൊ അതാ പറയാം. പിന്നെ നമ്മൾ ടാങ്കിന്റെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ നോക്കുമ്പോൾ നമുക്ക് ഒരു ജസ്റ്റ് ഒരു പാട് കാണാൻ പറ്റും, അത്യാവശ്യം നല്ല വൃത്തിയാണ്. പിന്നെ നമ്മുടെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 13 ലിറ്റർ ആണ് നമ്മൾ ഇത് ഈ ഡോമിനർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ അടുത്ത് തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെറിയൊരു മീറ്റർ കാണാം. ഇതിന്റെ ഹൈലൈറ്റ് സംഭവം ഇതൊക്കെ ആട്ടോ. നമുക്ക് ജസ്റ്റ് ഇത് ഓൺ ആക്കി നോക്കുമ്പോൾ ഗൈസ് നോക്കി നമ്മുടെ ബജാജിന്റെ ബാഡ്ജ്, ബാറ്ററി, ഹീറ്റ്, ABS, ബ്രൈറ്റ്, സൈഡ് സ്റ്റാൻഡ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. എഞ്ചിന്റെ എല്ലാം സ്വിച്ച് അവൈലബിൾ ആണ്. കാരണം വെച്ചാൽ അത് നല്ലൊരു കാര്യം തന്നെയാണല്ലോ. പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള സംഭവമാണ് ഇതിൽ. പിന്നെ നമ്മൾ നേരെ ഈ ഹാൻഡിൽ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ മിററിങ്, നല്ല വിസിബിലിറ്റി ആണ്. നല്ല വിസിബിലിറ്റി, നല്ല മെറ്റൽ സാധനമാണ് ഇത്. മെറ്റൽ സാധനം നമുക്ക് അനങ്ങത്തില്ല, ഇതുകൊണ്ട് കാണിച്ചില്ല. നമ്മള് വണ്ടിയുടെ പവറിനനുസരിച്ച് തന്നെ ഇവര് മെയ്ഡ് ചെയ്ത് വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അതെ, അതുപോലെ തന്നെ അത് നല്ലൊരു അത്യാവശ്യം നല്ല സാധനമാണ്. പിന്നെ നമ്മൾ അടുത്ത് വരുമ്പോഴത്തേന് ഇതിന്റെ മീറ്ററിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ മീറ്ററിന്റെ ഒരു ഹൈലൈറ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നല്ല വിസിബിലിറ്റി ആണ്, നല്ല വെയിലത്ത് പോലും നല്ല ക്ലിയർ ആയിട്ട് നമുക്കിത് കാണാൻ പറ്റും, ഇതിന്റെ സംഭവങ്ങളെല്ലാം കാണാൻ പറ്റും. അതൊക്കെയാണ് അല്ലാജി. അത് അത്യാവശ്യം നല്ല രാത്രിക്കാണെങ്കിലും പകലാണെങ്കിലും വെയിലടിച്ചാലും കുഴപ്പമില്ല, നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ ന്യൂട്രും എഞ്ചിൻ ഓയിലും RPM റേറ്റും ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള 2 സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതൊക്കെ ഉള്ളൂ ഈ സെഗ്മെന്റിൽ. പിന്നെ ഇത്രയേ ഉള്ളൂ ഈ സെഗ്മെന്റിലല്ലേ. പിന്നെ സ്ലിപ്പർ ക്ലച്ച് ആട്ടോ വരുന്നത്. കാരണം വെച്ചാൽ അത് നല്ലൊരു കാര്യമാണ്. വെച്ചാൽ നമ്മൾ സാധാരണ വണ്ടി ഗീരിടുമ്പോഴത്തേന് പിടുത്തമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ ഒരിക്കലും അങ്ങനെ വരില്ല കേട്ടോ. മച്ചന്മാരെ നമ്മൾ ഓടിച്ചു നോക്കിയ കാര്യം കേട്ടോ. ഇപ്പൊ നമ്മുടെ സ്വന്തം വണ്ടിയായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ, നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ അടുത്തായിട്ട് ഈ ഡോമിനർ 250യുടെ ഞങ്ങൾക്ക് കുറച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, കുറ്റമല്ല അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആദ്യം തന്നെ പറയണേ, നമ്മുടെ ഈ ബാക്കിലെ ഇരിക്കുമ്പോൾ ഈ പിടിയില്ല, ഇത് കുറച്ച് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. അതെ, ഇത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല, ലുക്കാണ്. പക്ഷെ ബാക്കി ഇരിക്കുന്ന ആൾക്കൊരു കുറച്ചൊരു പാടാണ്. പിന്നെ നമ്മൾ അടുത്തായിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ഈ ക്രാഷ് കാർഡില്ലേ, ഈ സാധനം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് വളഞ്ഞു പോകും. കാരണം വെച്ചാൽ ഇത് അത്യാവശ്യം ഈ 180 കിലോയാണ് ഗൈസ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു അതും കൂടെ കുറച്ച് കട്ടി കൂടി ഒരു ക്രാഷ് കാർഡ് കൊടുക്കായിരുന്നു. അതും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം, നമുക്ക് കുറച്ച് സേഫ്റ്റി കിട്ടും. വണ്ടീനെ പറ്റി നമുക്ക് വീണാലും വലിയ പ്രശ്നമില്ല. പിന്നെ അടുത്തായിട്ട് വരുമ്പോഴത്തേന് ഇങ്ങോട്ട് വന്നേ, ഇതുകൊണ്ടോ ഇവിടെ കേട്ടോ അടുത്ത അപ്ഡേഷൻ വരണ്ടേ. ഇങ്ങോട്ട് വാ. നമ്മുടെ ഈ സെഗ്മെന്റിൽ ബാക്ക് ബ്രേക്കിന്റെ ഫ്ലൂയിഡ് ബോക്സ് ആണല്ലോ ഇതിൽ. അപ്പോൾ ഡ്യുവൽ ചാനൽ ABS കേട്ടോ ഈ വണ്ടി വരുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഫ്ലൂയിഡ് ബോക്സ് ആണെങ്കിൽ ഇവിടെ വെറുതെ ഓപ്പൺ ആയിട്ട് ഇവിടെ വെച്ചേക്കുക. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ വീട്ടിലൊക്കെ ചെറിയ പിള്ളേരോ അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ ജസ്റ്റ് ഉണ്ട് ഇതിന് ജസ്റ്റ് ഒരു മെറ്റലേ കൊടുത്തേക്ക്, കട്ടില്ല ഇവിടെ. അപ്പൊ അത് ചുമ്മാ തൊട്ട് ഇത് ചിലപ്പോൾ ഇത് ക്രാഷ് ആകാൻ ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒരു കവറിങ് ഇവിടെ കിട്ടും സെക്കൻഡറി ആയിട്ട് നമുക്ക് വാങ്ങാൻ. എന്നാൽ പോലും അത് അത്യാവശ്യം ഒരു കവറിങ് കൊടുത്ത് സെറ്റപ്പ് ആക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതൊക്കെ ഉള്ളു നമുക്കിപ്പം ഇതിൽ പറയാം. അപ്ഡേറ്റ് കേട്ടോ, കുറ്റമല്ല കേട്ടോ, ഞങ്ങൾക്ക് കുറച്ചും കൂടെ അപ്ഡേറ്റ് ആണ് ഒരു ഇതുള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞാണ്. അപ്പൊ അത് അത്രേ ഉള്ളൂ, ഞങ്ങൾക്ക് അത് പറയാം. അപ്പോൾ 250യും 400ഉം ഡോമിനറും തമ്മിലുള്ള വ്യത്യാസം മെയിനായിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത്, ഈ അലോയില് നമുക്ക് ഡയമണ്ട് കട്ട് ഇല്ല 250ക്ക്. 400 ഡയമണ്ട് കട്ട് വരും ഈ ഓരോ ഇതിൽ കൂടെ.
പിന്നെ നമുക്ക് സൈസ് ടയർ സൈസ് നമുക്ക് 130 അല്ലേ, 130 ഈ ബാക്ക് ടയർ സൈസ് ആണ്. പക്ഷെ 400 ഇതിലും സൈസ് കൂടുതലാണ്. അപ്പൊ ടയറിന് സൈസ് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെയുള്ള വ്യത്യാസം നമ്മുടെ മീറ്ററിൽ വരുന്ന വ്യത്യാസം കേട്ടോ. ഗിയർ ഇൻഡിക്കേഷൻ വരുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു ഇൻഡിക്കേഷൻ ഉണ്ട്, അതും വരുന്നില്ല. അത് 400 മാത്രമേ ഉള്ളൂ. ഇവിടെ ആയിട്ട് ഗിയർ ഇൻഡിക്കേഷനൊക്കെ വരും. അത് 250 ഇല്ല കേട്ടോ. ഗിയർ ഇൻഡിക്കേഷൻ അങ്ങനത്തെ കാര്യം 250 ഇല്ല. പിന്നെ നമുക്ക് ഈ സ്റ്റമ്പ് ഇച്ചിരി സൈസ് വ്യത്യാസം ഉണ്ട്. അത് നമുക്ക് തോന്നത്തില്ല കേട്ടോ. സ്റ്റമ്പ് സൈസ് ചെറിയ ഒരു വ്യത്യാസമുണ്ട്. അത് 400 ഇച്ചിരി വലിപ്പമുണ്ട്, ഇതിന് ചെറിയ കുറവാണ്. ബാക്കിയെല്ലാം തന്നെ സെയിം ആട്ടോ, ഒരു മാറ്റവും പിന്നെ ഇതിൽ വരാനില്ല. എല്ലാം തന്നെ സെയിം. വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി ആയാലും വണ്ടിയുടെ ബാക്കി എല്ലാ സൈഡായാലും എഞ്ചിൻ വഴിച്ചു ബാക്കി എല്ലാ ബോഡിയും എല്ലാം സെയിം തന്നെയാണോ. അടുത്ത നമുക്ക് ഈ വണ്ടിയുടെ മെയിൻ ആയിട്ട് എല്ലാവരും നോക്കിയിരിക്കുന്നതിൻ്റെ സൗണ്ട് എങ്ങനെ ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം കേട്ടോ. വണ്ടി ഓണാക്കാം. പുതിയതായിട്ടൊരു നെയിം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മച്ചാമാരെ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം വണ്ടി നേരത്തെ എടുക്കുമ്പോൾ TP ആയിട്ട് നമുക്ക് 3-4 ദിവസത്തിനുള്ളിൽ നമുക്ക് വണ്ടി റെഡിയാക്കി തരുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ ഇപ്പൊ പുതിയ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ നിയമം അനുസരിച്ച് നമ്പർ പ്ലേറ്റ് സഹിതം പഞ്ച് ചെയ്ത് നമുക്ക് തരും. ഇതുപോലെ അവര് പഞ്ച് ചെയ്ത് ഷോറൂമിൽ തന്നാൽ മാത്രമാണ് നമുക്ക് ഈ വണ്ടി ഇറക്കിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ വണ്ടി ഇറക്കിക്കൊണ്ട് വരാൻ പറ്റില്ല. ഞങ്ങൾ വെള്ളിയാഴ്ച ബുക്ക് ചെയ്ത കാര്യം പറഞ്ഞ ഈ വണ്ടി, പക്ഷെ ഞങ്ങൾക്ക് 8 ദിവസം കഴിഞ്ഞാൽ ഈ വണ്ടി കിട്ടിയത്. അവരെ നിയമം മൊത്തം പറയും, നമ്മൾ ആരെങ്കിലും പുതിയ വണ്ടികൾ എടുക്കുന്നുണ്ടെങ്കിൽ പരമാവധി 10 ദിവസം അവർ പറയുന്നത്. അതിനിപ്പോൾ നമുക്ക് ഡെലിവറി ചെയ്യുന്ന കേസാണ്. ഇത് പുതിയ നിയമമാണ് മച്ചാന്മാരെ. നമ്മൾ നേരത്തെ പോലെ TP ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പോയിട്ട് നിന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ നോക്കിയിട്ട് നല്ല കാര്യം തന്നെയാണ്, കുഴപ്പമില്ല. കാരണം വെച്ചാൽ അവിടുന്ന് തന്നെ സംഭവം പിടിപ്പിച്ച് നമുക്ക് നേരെ ഡെലിവറി ആക്കി തരും. ഇതൊരു പുതിയ നിയമമാണ്, എന്നാലും കൊള്ളാം, നല്ല നിയമം തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ വണ്ടി വാങ്ങിയപ്പോൾ കിട്ടിയ ആക്സസറീസ് എന്ന് പറഞ്ഞാൽ, ഫ്രീ ആയിട്ട് കിട്ടിയ ആക്സസറീസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ജി, നമുക്ക് കിട്ടിയത് സ്റ്റെഡ്സിന്റെ ഒരു നല്ലൊരു ഹെൽമെറ്റ് ആട്ടോ. ഏകദേശം പുറത്തൊരു 1500-2000 രൂപ അടി വരുന്നൊരു ഹെൽമെറ്റ് ആണ്. അത്യാവശ്യം നല്ല ഹെൽമെറ്റ് ആണ്. നമുക്ക് തലയ്ക്ക് ഫിറ്റ് ചെയ്ത ഹെൽമെറ്റ് ആണ്. ഇപ്പം നിർബന്ധമായിട്ടും ബൈക്ക് വാങ്ങുമ്പോഴത്തേന് ഹെൽമെറ്റ് കൊടുക്കാനുള്ള ഒരു നിർബന്ധമുണ്ട്. പിന്നെ അടുത്ത് അതുപോലെ നോക്കുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പ്രോ ബൈക്കറിന്റെ നല്ല ഗ്ലൗസ് ആണ് ഗൈസ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു ബ്ലാക്കും കൂടെയാണ് ഇറച്ചി, പുതിയൊരു കളറാണ്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇതിന് 450-500 രൂപ ഇടയ്ക്ക് വിലയുള്ള ഒരു ഗ്ലൗസ് ആണ്, നല്ലതാണ്. പിന്നെ അടുത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ചെയിൻ ലൂബാണ് ഗൈസ്. അടിപൊളി ചെയിൻ ലൂബ്. കാരണം വെച്ചാൽ ഇതിന്റെ ഏകദേശം റേറ്റ് എന്ന് പറഞ്ഞാൽ 450-500 ഇടയ്ക്കാണ്. നല്ല സാധനം കേട്ടോ. ചെയിൻ ക്ലീൻ ചെയ്ത് പക്കയായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇവർ തന്നേക്കെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ക്ലീൻ ചെയ്യാനുള്ള നല്ലൊരു സാധനമാണ്. നമ്മുടെ ഹെൽമെറ്റ് ഉപകാരമുള്ള ഉപകാരം. ഹെൽമെറ്റിന്റെ അത് മണമല്ല, നമുക്ക് ക്ലാവ് എല്ലാം കളയാൻ വേണ്ടി ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ. ഇതുകൊണ്ട് ഇതിൽ ജസ്റ്റ് ഒരു പതയാട്ടോ ഗൈസ്, കണ്ടോ? ഈ ഒരു പതയാ ഹെൽമെറ്റില് ജെല്ലായിട്ട് അലിഞ്ഞ് അത് അങ്ങോട്ട് പോകും, അപ്പൊ ക്ലീൻ ആവും. അതുപോലെ തന്നെ അവർ തന്നേക്കുന്ന അടുത്തെന്ന് പറഞ്ഞാൽ നമ്മള് കേട്ടോ വണ്ടി കഴുകാൻ പറ്റിയൊരു നല്ലൊരു ആക്സറീസ് ആണ്. പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പം ഇത്രയാണ് നമുക്ക് ഓഫറായിട്ട് ഇവർ തന്നത്. പക്ഷെ ഏകദേശം കുഴപ്പമില്ല, നല്ല ഉപകാരമുള്ള കാര്യങ്ങൾ എല്ലാ സാധനങ്ങളാണ് കിട്ടിക്കുന്നത്. ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, കുഴപ്പമില്ല. അപ്പം മച്ചാന്മാരെ, ഞങ്ങൾ അടുത്തായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങൾക്ക് ഈ വണ്ടി വാങ്ങിയപ്പോൾ കിട്ടില്ല ഹെൽമെറ്റ് ആണ്. പക്ഷെ ഞങ്ങൾ കാശ് എടുത്ത് വാങ്ങിയ ഹെൽമെറ്റ് ആട്ടോ മച്ചാന്മാരെ. റൈഡക്സിന്റെ ഉള്ള ജി 4,500 പറഞ്ഞു. പക്ഷെ ഞങ്ങൾ 4,300 ഹെൽമെറ്റ് വാങ്ങി മച്ചാന്മാരെ. അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉള്ള ഹെൽമെറ്റ് ആണ്, നിങ്ങൾക്ക് തന്നെ കാണാൻ ഇഷ്ടമായിട്ടോ കേട്ടോ. ഈ സെഗ്മെന്റിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹെൽമെറ്റ് ആണ്. ഡിസൈൻ ഒക്കെ പറഞ്ഞാൽ പക്ക ഡിസൈനാണ്. പിന്നെ 1 വൈസർ ആണ് വരുന്നത്. ഇതിന്റെ അകത്തും കൂടെ വൈസർ വരുന്നത് 4,600 സംതിങ് ആണ്. പിന്നെ നല്ല കുഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ ഹെൽമെറ്റിന്റെ വേറൊരു ബിറ്റായിട്ട് തോന്നിയൊരു കാര്യം മച്ചാമാരെ, ഇതല്ല ചേച്ചി, ഇത് ആർക്കെങ്കിലും എങ്ങനെയായിട്ടുണ്ടെന്ന് അറിയാം, ജസ്റ്റ് അടിയിൽ കമന്റ് ചെയ്ത്. കാരണം വെച്ചാൽ ഞങ്ങൾ ക്ലിപ്പുള്ള ഹെൽമെറ്റ് ഉപയോഗിച്ചാലേ, ഇത് സത്യം പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്ന ഹെൽമെറ്റ് ആണ്. അതെ, അത് ഞങ്ങൾക്കൊരു പണിയായിട്ട് തോന്നി. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. കാരണം വെച്ചാൽ ഈ ഹെൽമെറ്റിന് ഇപ്പൊ ഈ സെക്ഷൻ, ഈ വിലക്കുള്ള ഹെൽമെറ്റിന് മൊത്തം ഇപ്പം ഈ സംഭവം പ്രൊവൈഡ് ചെയ്തേക്കണം. അപ്പൊ നമുക്ക് ഈ ഹെൽമെറ്റിന്റെ ജസ്റ്റ് വ്യൂ അകലെ ഒന്ന് കണ്ടുപോകാം കേട്ടോ. നമ്മളിത് കണക്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ ഈ വൈസർ അങ്ങോട്ട് അടച്ചിട്ടോ. അപ്പൊ ഈ ഹെൽമെറ്റിന്റെ ഏകദേശം ലുക്ക് ഇതാട്ടോ. ലുക്ക് എന്ന് വെച്ചാൽ ബാക്കിൽ സ്പോയിലർ ഒക്കെ വരുന്നുണ്ട്, നല്ല ലുക്ക്. അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് തന്നെ കിടുവായിട്ട് ചേരുന്നുണ്ട്. അപ്പം ജിജി പറഞ്ഞാ അപ്പൊ ജസ്റ്റ് ഒന്ന് വണ്ടി കയറിയിരിക്കുമ്പോൾ ലുക്ക് നമുക്ക് ജസ്റ്റ് കണ്ടു നോക്കാം കേട്ടോ. ഒരു ബ്ലാക്കിൽ ആ ഹെൽമെറ്റിന്റെ ഡിസൈൻ, ആ ഓറഞ്ചും ആ ഡിസൈനൊക്കെ വരുന്നുണ്ട്, നല്ല തെറിച്ചിരിക്കുന്നുണ്ട്. ഹെൽമെറ്റിന്റെ ആദ്യം കിടുവായിട്ടോ. ഹെൽമെറ്റിന്റെ ആ ഒരു ഇതാട്ടോ, വണ്ടിക്ക് യോജിക്കുന്ന ഹെൽമെറ്റ് ആട്ടോ. അതെ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന പപ്പയാട്ടോ. അപ്പോൾ നമുക്ക് പപ്പ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഈ വണ്ടി ഉപയോഗിച്ചു. അപ്പോൾ പപ്പയോട് നമുക്ക് ചോദിച്ചു നോക്കാം. പപ്പ എങ്ങനെയുണ്ട് പപ്പ ഈ വണ്ടി? വണ്ടി നല്ല അടിപൊളിയാണ്, നല്ല ഉയരമുണ്ട്. അതുകൂടാണ്ട് തന്നെ ഓടിക്കാൻ നല്ല കംഫർട്ടാണ്. അതുകൂടാണ്ട് തന്നെ നമ്മൾ കൈകൊടുത്താൽ നല്ല സ്പീഡാണ്. സ്പീഡിൻ്റെ കാര്യം പറഞ്ഞാൽ 250 cc ആണ്, അതുകൊണ്ട് നല്ല സ്പീഡുണ്ട്. രണ്ടാമത് എൻ്റെ പ്രായക്കാർക്കും ഓടിക്കാൻ പറ്റും. കാരണം ബുള്ളറ്റിന്
തുല്യമായിട്ട് തന്നെ ഓടിക്കാൻ പറ്റുന്ന കാര്യം പറയാന്ന് വെച്ചാൽ അതെ ബുള്ളറ്റ് എടുക്കാൻ വേണ്ടി പപ്പ നമ്മള് അതിനെ മാറ്റിയിട്ട് സെഗ്മെന്റ് മാറ്റി നമ്മള് ഡോമിനർ ഏൽപ്പിച്ചാണ്. അപ്പൊ പപ്പ കയറി പപ്പ എന്നിട്ട് ഓടിച്ചു കാണിച്ചു. അപ്പൊ കറക്റ്റ് കാര്യം അറിയാലോ. അപ്പൊ മച്ചാമാരെ നമ്മള് പപ്പയുടെ പ്രായം എന്ന് പറഞ്ഞാൽ 57 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് നോക്കാം കണ്ടോ, ആ പ്രായത്തിലുള്ള ആൾക്കാർക്ക് കറക്റ്റ് നല്ല കംഫർട്ട് ആയ ഒരു വണ്ടിയാട്ടോ. പപ്പ ഓടിച്ചു പോകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ കാര്യം അറിയാൻ പറ്റും. ഓക്കെ കേട്ടോ, സിമ്പിളായിട്ട് ഓടിച്ചോണ്ട് പോകണം കേട്ടോ. അപ്പൊ ഈ ലുക്കാട്ടോ വണ്ടി ഓടിക്കാനല്ലേ. അപ്പൊ ആ എഞ്ചിനൊന്ന് ഓഫ് ചെയ്തേ, ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ പപ്പയ്ക്ക് ബുള്ളറ്റാണോ ഇഷ്ടപ്പെട്ടെ ഡോമിനറാണോ ഇഷ്ടപ്പെട്ടെ? കറക്റ്റ് കാര്യം പറയാം. ഡോമിനറാ ഇഷ്ടപ്പെട്ടു. എന്റെ പൊന്നു മച്ചാമാരെ ജിജിയെ പപ്പയ്ക്ക് അപ്പയാണെങ്കിൽ എന്നോട് ബുള്ളറ്റ് എടുക്കാന്ന് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ഞാൻ ഇതിനെ പറ്റി പപ്പയ്ക്ക് അറിയത്തില്ലായിരുന്നു. അതെ, അതുകൊണ്ട് പറഞ്ഞപ്പോ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കംഫർട്ട് ആണോ പപ്പയുടെ സീറ്റിംഗ് ഉണ്ട്, നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. വണ്ടി കണ്ടോ, ഗ്രൗണ്ട് ക്ലിയറൻസ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പപ്പയ്ക്ക് യോജിച്ചൊരു വണ്ടിയാണ്. പപ്പയ്ക്ക് നടുവേദന അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അപ്പം ഡോമിനർ അതുകൂടാതെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സ്പീഡ് വണ്ടിയൊക്കെ മറ്റുള്ള വാഹനങ്ങളൊക്കെ ഓവർടേക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ സ്ലോ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്ത് കയറി പോകാൻ പറ്റും. അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഓളിനോള് ഇഷ്ടപ്പെട്ടു വണ്ടി അല്ലേ? ഓളിനോള് ശരിക്കും ഇഷ്ടപ്പെട്ടു വണ്ടി. ഇഷ്ടപ്പെട്ടു വണ്ടി. അപ്പൊ അത് മതി. അപ്പൊ മച്ചാമാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ ഡീറ്റെയിൽ റിവ്യൂ ഒന്നും അല്ല ഞങ്ങൾ ചെന്നേക്കുന്നത്. ഞങ്ങൾക്ക് പല കാര്യത്തിൽ സംശയമുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യം നമ്മളായിട്ട് പറഞ്ഞു. പിന്നെ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസമായുള്ളൂ. പപ്പയുടെ കാര്യം നിങ്ങൾ വീഡിയോയിലേക്കാളും കണ്ടല്ലോ. ഒരാൾക്ക് ഒരു കംഫർട്ടായിട്ട് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഓടിച്ച് നടക്കാൻ പറ്റിയ സെറ്റപ്പിലാണ് നമ്മൾ ഈ വണ്ടിയുടെ മൊത്തം സംഭവം കണ്ടേക്കണേ. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വേറെ ഒത്തിരി ആൾക്കാർ ചെയ്തിട്ടുണ്ടോ. അവരൊക്കെ രാജാക്കന്മാരട്ടോ, അവരും നമ്മളൊന്നും ഒന്നുമല്ല. അവരുടെ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും അറിയണം, ഈ വണ്ടിയെ പറ്റി അറിയണമെങ്കിൽ അവരെ വീഡിയോ നോക്കിയാൽ മതി. പിന്നെ ഓളിനോട് നോക്കുവാണെങ്കിൽ പപ്പയ്ക്ക് പറയാനുള്ളതിനാ പപ്പേ? എനിക്ക് പറയാനുള്ള നല്ലൊരു വണ്ടിയാണ്, ഓടിക്കാൻ നല്ലതാണ്. ഞാനിപ്പം 2 ദിവസമായിട്ട് ഓടിച്ചു നോക്കി, ഓടിക്കാൻ നല്ലതാണ്. എനിക്ക് സ്പീഡിലൊക്കെ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് ഓവർടേക്ക് ചെയ്തൊക്കെ പോകണം, ധൃതിക്കൊക്കെ പോകണമെന്ന് വെച്ചാൽ നമുക്ക് സ്പീഡിൽ ഓടിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ABS ബ്രേക്ക് സിസ്റ്റം മുന്നിലും പുറകിലും ഉള്ളതുകൊണ്ട് നമുക്ക് പിടിക്കുന്നതോട് തന്നെ പാളാണ്ട് തന്നെ വണ്ടി നിർത്താൻ സാധിക്കും. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഇതിനകത്ത് നല്ലൊരു ഗുണമെന്ന് പറയുന്നത്. കാരണം അപകട സാധ്യത തീരെ കുറവാണ്. ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ നല്ല കണ്ടീഷനാണ് വാഹനത്തിനുള്ളത്. അതുകൊണ്ടാണ് സ്പീഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ആവശ്യമനുസരിച്ച് എടുക്കാൻ പറ്റും. മൊത്തത്തിൽ നല്ലതാണ്. അപ്പോൾ പപ്പയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാണ്ട് വെച്ചാൽ വരെ നമ്മൾ വലിച്ചു കിട്ടുന്നില്ല. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 2,12,200 നമുക്ക്. നമ്മൾ റോയൽ തൊടുപുഴയിലാണ് നമ്മൾ ഡെലിവറി ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് ഓളിനോളി വണ്ടി പറയാനുള്ളത്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വണ്ടി ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ള മച്ചാമാരെ, പപ്പ ആദ്യത്തെ 3ാമത്തെ മോഡൽ ഡിജിറ്റൽ മീറ്റർ ഉള്ള സെക്ഷനുള്ള 150 എടുത്ത് പപ്പ ആദ്യത്തെ വ്യക്തിയാട്ടോ. കാരണം വെച്ചാൽ ആ 150 ഇപ്പോഴും ഇവിടെ 15 വർഷമായി 150 ഉപയോഗിച്ചുകൊണ്ട് ഇതാണ്. പിന്നെ ഞങ്ങൾ ബജാജ് ഫാമിലിയാണ് മച്ചാമാരെ. എനിക്ക് സന്തോഷത്തോടെ ഞങ്ങളിപ്പോൾ വർഷങ്ങളായിട്ട് ഈ ഡോമിന് 250 കാരണം വെച്ചാൽ ചേട്ടൻ പുള്ളിക്ക് 190 ഉണ്ട്, എനിക്ക് 220 ഉണ്ട്, പിന്നെ ജിജിക്ക് ഇപ്പോൾ 18 പുതിയ മോളായ 250 ഉണ്ട്. അപ്പം ഞങ്ങൾ ബജാജ് ഫാമിലി വളരെ SRTCയുടെ ഭയങ്കര സന്തോഷമുള്ളതാണ്. പുതിയ വണ്ടികളാകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയി. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ചെയ്യുകയാണ്. ഞങ്ങളെ വേറൊരു വെറൈറ്റി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാതെ. അപ്പോൾ ഗായ്സ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിർത്താല്ലേ. ടാറ്റ.